അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളുടെ രോഹിത് ഭായ് ഈ ഒരു സിറ്റിയിൽ ആർമി ബേസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? ആ വീഡിയോക്കകത്ത് ഓൾറെഡി ആർമി ബേസ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അവിടെ പോയപ്പോൾ ഒരു ബീച്ച് ഉണ്ടല്ലോ, ആ ബീച്ചിൽ ഞാനിങ്ങനെ ഈ ഒരു ഗെയിം വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കളിച്ച് നോക്കും. അപ്പോൾ ഞാൻ ബീച്ചിൽ പോകാൻ നോക്കിയതാണ്. അത് ബീച്ചിൽ ബീച്ചിൽ പോകുമ്പോഴത്തേന് ഞാൻ കണ്ട ഒരു കാര്യം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് അങ്ങനത്തെ ഇതിനകത്ത് ആർമി ബേസ് അവിടെ പണിഞ്ഞു വെച്ചേക്കുന്നത് ഗൈസ് കേട്ടോ. ആർമി ബേസ് പണിഞ്ഞു വെച്ചേക്കുന്നതല്ല, ആർമി ബേസ് നിലനിൽക്കുന്നത്. അവിടെ കുറേ പട്ടാളക്കാരുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, പിന്നെ ടാങ്കുണ്ട്, പിന്നെ ഒരു വലിയൊരു ജീപ്പുണ്ട് ഗൈസ് കേട്ടോ. ആ ജീപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ഒരു മെക്ലാരൻ ഗീവ് അവേ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ശ്വേതയ്ക്കാണ്. നമ്പർ പ്ലേറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നമ്പർ പ്ലേറ്റ് നോക്കി, ഞാൻ കുറേ എഡിറ്റ് ചെയ്യാൻ, പക്ഷെ നമ്പർ പ്ലേറ്റ് അത് ആയിട്ടില്ല ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ പ്ലേറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ് എന്തായാലും. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി ശ്വേതയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ് കേട്ടോ. അപ്പോൾ ശ്വേത ബിഗ് കൺഗ്രാജുലേഷൻസ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ശ്വേതയുടെ മെക്ലാരനായിട്ട് നമുക്ക് ആർമി ബേസിലോട്ട് പോകാം. സ്പെഷ്യലി ആർമി ബേസിൽ പോകുമ്പോഴത്തേക്കും പട്ടാളക്കാരൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല ഗൈസ് കേട്ടോ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവർക്ക് കണ്ടോ കുറേ വെപ്പൺസൊക്കെ ഉണ്ട്. ഈ വെപ്പൺസൊക്കെ വെച്ച് അവരുടെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ ഗൈസ് കേട്ടോ. ബട്ട് ഇന്ത്യൻ ആർമീസിന് ഞാനൊന്ന് വണ്ടി ഒന്ന് നിർത്തിയിട്ട് പറയുന്നുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർമി ബേസിനെ എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇതൊരു ഗെയിം മാത്രമാണ്, ഗെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആർമികളുടെയോ പോലീസുകളുടെയോ ഒരു കാരണവശാലും ഒരു വയലൻസും ഉണ്ടാവില്ല കേട്ടോ. പറഞ്ഞാൽ അവർ നമ്മളുടെ ഈ ഒരു നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളുടെ പരിഹാരം അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോകം ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം മാത്രമാണ്, ഗെയിം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ വെപ്പൺസൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ശരിക്കും ആരും ഒന്ന് ഇങ്ങനെ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ ഒരു ടാലൻറ്റ് നോക്കിക്കോണം ഗൈസ് കേട്ടോ. ഇപ്പോൾ ഞാനീ ഒരു വണ്ടി വളരെ സ്പീഡ്, ഈ വണ്ടി എന്ന് പറഞ്ഞ് 0 to 100 വളരെ ഫാസ്റ്റ് ഈ ഒരു വണ്ടി പോകും ഗൈസ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ് കേട്ടോ. അപ്പോൾ മനസ്സിലാവും ഗൈസ് കേട്ടോ. എപ്പോഴും ഈ റോട്ടിൽ ഓടിക്കല്ലേ ഗൈസ് കേട്ടോ. റോട്ടിൽ ഓടിച്ചാൽ ഇത് വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മെക്ലാരൻ്റെ ഡോറൊക്കെ പൊളിഞ്ഞു പോകും ഗൈസ് കേട്ടോ. എൻ്റെ പൊന്ന് വേഗത കണ്ടു ഗൈസ്, കണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് രീതിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കാർ ഇതെന്നാണ് തോന്നുന്നത് ഗൈസ് കേട്ടോ. കണ്ടോ, നല്ല ഫാസ്റ്റാണ് ഗൈസ്. ഇതാണ് ഇൻറ്റീരിയർ ഗൈസ് കേട്ടോ. പക്ഷേ ഇൻറ്റീരിയറിനകത്ത് ഭയങ്കര സൗണ്ടാണ് ഗൈസ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്റ്റീരിയർ വെച്ച് കളിക്കുന്നത് ഗൈസ് കേട്ടോ. കണ്ടോ എത്ര പെട്ടെന്ന് ആർമി ബേസ് എത്തി ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാണ് ആർമി ബേസ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇപ്പം മറ്റേ ഓടി വരുന്ന ആ ഒരു വഴിയില്ലേ, അതുവഴി നേരെ പോയപ്പോഴാണ് നമ്മുടെ ബീച്ച് എത്തുന്നത് ഗൈസ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതെന്തുവാന്ന് നോക്കി. അപ്പോൾ ഇതുവഴി പോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു ആർമി ബേസ് കേട്ടോ. ഇതാണ് ആർമി ബേസ്, കണ്ടോ ഗൈസ്. ഓക്കെ, ആർമി ബേസ്. ഓക്കെ, ഭയങ്കര സെക്യൂറുള്ള ഒരു ആർമി ബേസ് തന്നെയാണിത്. എന്താ പറയുക, ആ സൈഡൊക്കെ നോക്കിയാൽ മുകളിലെ ടവറിലൊക്കെ പട്ടാളക്കാരൻ ഇപ്പോൾ ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം ഗൈസ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെപ്പൺസ് ഒന്നും ഉപയോഗിക്കത്തില്ല. നമ്മുടെ ഒരു വണ്ടി നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇടി കിട്ടിയാൽ തന്നെ അവർ ചത്തുപോകും ഗൈസ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടിട്ടുണ്ടാവില്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ. അതിനകത്തെ ഏകദേശം സെയിം മെക്ലാരനാണ് ഗൈസ് കേട്ടോ. എനിക്കൊന്ന് പോൾ വാൾക്കർ ആയിരിക്കും ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ആ ഒരു സിനിമയിൽ. ഈ വണ്ടി ഭയങ്കര ഒരു ട്രെൻഡാണ്. അതായത് മറ്റേ ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 ഈ ഒരു വണ്ടി ഉണ്ട് ഗൈസ് കേട്ടോ. ഓറഞ്ച് കളറ്
സെയിം മെക്ലാരൻ ഗൈസ് കേട്ടോ. അപ്പോൾ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് പറയുക ഗൈസ് കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു സംശയം മാത്രമാണ്, ഈ ഒരു വണ്ടി ഉണ്ട് ഗൈസ്, എന്തായാലും കണ്ടിട്ടുണ്ട്. അത് ഏത് സീരീസിലാണ് അറിയാം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8 ആണോ 7 ആണോ, ഓക്കെ, അപ്പോൾ അതറിയത്തില്ല ഗൈസ്. ആഹാ, ഒരാൾ കണ്ടു ഈ വണ്ടിയുടെ ഞാൻ എൻ്റെ ഒരു തെറ്റ് ചെയ്തു ഗൈസ്. ഞാൻ സ്റ്റിയറിങ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ എന്തുവാ ഈ ഒരു പട്ടാളക്കാർ ടവറിൽ വല്ലതും കണ്ടു കാണും ഗൈസ് കേട്ടോ. അപ്പോൾ എന്താ ഓടി വന്ന് കൊണ്ട് വെടി വെച്ച് നിൽക്കുക. പക്ഷെ ഞാൻ വണ്ടിയുടെ അകത്തായതുകൊണ്ട് തന്നെ എന്തുവാ വെടി വെക്കാൻ പറ്റത്തില്ല. ഞാൻ വണ്ടിയുടെ പുറത്ത് പോയാൽ മാത്രമേ വെടി വെക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ബമ്പർ ഒന്ന് പെട്ടെന്ന് ആകിപ്പോയിട്ടില്ല കേട്ടോ കേട്ടോ. ഒറ്റയടിക്ക് ചത്ത അതാണ് നമ്മൾ ജീപ്പ് കേട്ടോ. ഓ, അവിടെ കറക്റ്റ് അലേർട്ടായി കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ജീപ്പ് കേട്ടോ. ആദ്യം അവൻ കാണുന്ന നമുക്ക് അയ്യെ പേടിച്ചതാണ്. ഓ മൈ ഗോഡ്, കണ്ടു ഇവരൊക്കെ തുറന്നു കേട്ടോ. നമ്മൾ ഇടുന്നത് കേട്ടോ. രണ്ടാണ് ഒരാൾ മാത്രം. ഡോറൊക്കെ അങ്ങ് തുറന്ന് പോവുക കേട്ടോ. ടാങ്ക് കേട്ടോ. അറിഞ്ഞിട്ടുണ്ടോ ഇവന്മാരൊന്ന് എൻ്റെ ഇടിക്കോ. നമ്മളുടെ അങ്ങനെ ഇടിയുടെ കാരണം ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു ഡോറ് പോയിരിക്കുകയാണ് ഗൈസ് കേട്ടോ. എന്തായാലും കേട്ടോ, സോ സാഡ് ഗൈസ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല ചെറിയ എന്തുവാ ഇതാണ് ഗൈസ് കേട്ടോ. ചെറിയ ഫൈറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ ഡോറ് പൊളിച്ച് പോകും ഗൈസ് കേട്ടോ. അങ്ങനെ പട്ടാളക്കാരെല്ലാം തീർന്നു, വണ്ടി ഇവിടെ ഇരിക്കട്ടെ ഗൈസ് കേട്ടോ. ഓക്കെ, നമ്മുടെ ശ്വേതയുടെ മെക്ലാരൻ ആയിരുന്നു പൊളിച്ചു ഗൈസ്. അതുകൊണ്ട് ശ്വേത ഈ വീഡിയോ കാണുന്നെങ്കിൽ സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ് ഗൈസ്. ജീപ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം ഗൈസ് കേട്ടോ. ഇതെങ്ങനെയാണ് ഗൈസ് കേട്ടോ ഈ ഒരു ജീപ്പ് ഇരിക്കുന്നല്ല ഓടിക്കുന്ന എക്സ്പീരിയൻസ്. പക്ഷെ ആണ് പുറത്ത് ഓടിച്ച പട്ടാളക്കാർ വീണ്ടും പറയും. അതുകൊണ്ട് ഞാൻ ഈ അകത്താണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ പോകുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, കണ്ടോ വലിയൊരു ജീപ്പാണ് ഗൈസ്. എടുത്ത് ഇൻറ്റീരിയർ പറയുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ് കേട്ടോ. മാനുവൽ സ്റ്റിയറിംഗ് ആണ് പറഞ്ഞത്. പിന്നെ എന്തുവാ മാനുവലാണ് ഈ ഒരു വണ്ടിയുടെ ഗിയറൊക്കെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 5th ഗൈസ് കേട്ടോ. 5 ഗിയറാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് ഗൈസ് കേട്ടോ. എൻ്റെ പൊന്നി ഗൈസ്, എൻ്റെ കാല് ഇങ്ങനെ പിടിക്കും ഗൈസ് കേട്ടോ. പ്രത്യേകിച്ച് അത് കുറേ നാളത്തെ കുറേ നാളത്തെ ഒരു ഇതായിരുന്നു ഗൈസ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ഷൂ എല്ലാം ഇടുന്നുണ്ട്. സ്കൂൾ ഷൂ ഇട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോഴത്തേന് ഈ കാലിൻ്റെ ഈ ഒരു ഇത് ഫിംഗർ ഇല്ലേ മറ്റേ ആ ഫിംഗർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കും ഗൈസ് കേട്ടോ. ഇങ്ങനെ ഒരു ഭയങ്കര പ്രോബ്ലമാണ് ഗൈസ് കേട്ടോ. ഇപ്പോഴും പിടിക്കുന്നുണ്ട് ഗൈസ് കേട്ടോ. എനിക്കൊരു ഭയങ്കര പേടിയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇപ്പോഴും ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വണ്ടി ഓടിച്ച് കാണിക്കും ഗൈസ് കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു വോയിസൊക്കെ എൻ്റെ പയ്യെ പറയുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാണ് ഉണ്ടോ വൈപ്പറൊക്കെ ഉണ്ട് ഗൈസ് കേട്ടോ വണ്ടിക്കകത്ത്. ഇത് ഒന്ന് ഓടിക്കുമ്പോൾ അന്നത്തെ പഴയ കാലത്ത് ജീപ്പ് ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത് ഗൈസ് കേട്ടോ. പക്ഷെ ഒരു ആർമി ടാങ്കിൽ ഭയങ്കര സ്പേസ് ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, ഓടിക്കാൻ നമുക്ക് ഇങ്ങനെ തിരിച്ച് വളച്ചൊക്കെ ഓടിക്കാം ഗൈസ് കേട്ടോ. ഓക്കെ,
എൻ്റെ കാലിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ മോശമാണ് ഗൈസ്. ഓക്കെ, വേദന ഒന്നും കൂടെ കൂടി ഗൈസ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല ഗൈസ് കേട്ടോ. ഇത്ര വേദനയാണ് ഗൈസ് അത് കേട്ടോ. ഓ, പാട്ടാളക്കാരൊക്കെ എവിടെയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊണ്ണ് ചേട്ടാ, എൻ്റെ കാലിവിടെ മുമ്പേ വയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ തോക്കും പിടിച്ചിരിക്കുന്നത്. വണ്ടി എടുത്തോണ്ടാണോ? ഈ ചേട്ടൻ്റെ വണ്ടിയാണോ ഇതല്ലല്ലോ. ഇതേ വെച്ച് ഈ ഒരു വണ്ടി വെച്ച് തന്നെ ഇതൊരു ചെറിയൊരു ശിക്ഷയാണ്. താങ്കൾ ഇത് വെച്ചോളൂ കേട്ടോ. ഓ, ഈ ഒരു ആർമി ബേസിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 പെട്രോൾ ഇടുന്നുണ്ട് കേട്ടോ. പെട്രോൾ മീറ്റർ എന്താ ഇത് എനിക്ക് തോന്നുന്നത് ഈ എന്തുവാ കണ്ടോ ഓയില് എനിക്ക് തോന്നുന്നു. ഡീസൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആർമി ടാങ്ക് ഹെലികോപ്റ്റർ പിന്നെ നമ്മുടെ ഈ ഒരു ജീപ്പ് ഡീസലാണ് കേട്ടോ. പക്ഷെ എൻ്റെ മെക്ലാരൻ പെട്രോളാണ്. ഇത് ഡീസലാണ് സംഭവം കേട്ടോ. ഓക്കെ, എൻ്റെ മുകളിൽ നിന്നും കയറാം കേട്ടോ. ഓക്കെ, എൻ്റെ പുറകിൽ ആൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആർമി ടാങ്ക് ഓടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഞാൻ ഓക്കെ. ആർമി ടാങ്ക് വീഡിയോക്കകത്ത് ഞാൻ ഓടിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു റിവ്യൂ കൊടുക്കണം. വേണ്ട, ആർമി ടാങ്ക് അടുത്ത വീഡിയോയിൽ നിങ്ങാണ്ട് ഞാൻ ഓടിച്ച് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അവിടെ ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ ആർമിക്കാരുടെ ഇവിടെയും ഉണ്ട് കേട്ടോ ഓർമ്മ. മറ്റേ എന്തുവാ ഇത് പെട്രോൾ കേജ് കേട്ടോ. ഡീസൽ. ഓക്കെ, ഇത് എന്തുവാന്ന് വെച്ചാൽ ഇത് അവരുടെ വീടാണ് കേട്ടോ. ഓക്കെ, ഇവിടാണ് ഇവർ ഉറങ്ങുന്നത് കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോ കാട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ കുറേയൊക്കെ ഉണ്ട് ഫ്യൂവലിൻ്റെ ഈ മറ്റേ ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇവിടേക്ക് ഇനി കുറേ വാറുകളൊക്കെ നടക്കുക കേട്ടോ. എന്തുവാ ഇത് പാകിസ്ഥാന് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ യുദ്ധം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ടാങ്കല്ലേ, ഇനി ഒരു ടാങ്കൊന്നുമല്ല, 2, 3, 5, 10 ആർമി ടാങ്ക്, 10, 20 ഹെലികോപ്റ്റർ, പിന്നെ 5, 10 എന്തോ ഇല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കുള്ളിൽ ഈ ഒരു ജീപ്പ് കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഏത് സ്ഥാനത്ത് ഇരിക്കും അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് ഗേറ്റ് ഇൻസ്പെക്ടർ ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് എന്തുവാ ഈ ഗേറ്റൊക്കെ തുറന്ന് ഈ ഒരു ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കൺട്രോൾ ക്യാബിനായിരിക്കും ഇത്. ഇവിടെയൊക്കെ കുറേ മറ്റേ ആ ഒരു വലയൊക്കെ കൊടുക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു ഇടി വീണാൽ അത് പട്ടാളക്കാരൻ്റെ മേലിലൊന്നും കൊള്ളാതെ ഇരിക്കാൻ വേണ്ടി. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ആർമി എപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നിന്നാലുണ്ടല്ലോ എല്ലാം കാണാൻ പറ്റും. ദൂരെ നിന്നുള്ള കാര്യം പോലും കാണാൻ പറ്റും. ഇവിടെ പുറത്തെ ലൈറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ആർമി ടാങ്ക് ഫുൾ സർവലൻസിൻ്റെ ക്യാമറയാണ് കേട്ടോ. ഇവിടെയൊക്കെ എവിടെയെങ്കിലും ക്യാമറ ഇരിപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് മറ്റേ പാട്ടാൾക്കാർ ഒളിച്ചിരിക്കുന്ന സംഭവം. ഇത് അരിച്ചാക്കാണ് തോന്നുന്നു. അരിച്ചാക്കിൻ്റെ അകത്ത് അരിയായിരിക്കും കേട്ടോ. നോക്കട്ടെ അരിയാണോ ഒന്ന്. അല്ല ഓക്കെ, അരിയാണെങ്കിൽ ഇപ്പോൾ എടുത്ത് ഞാൻ കഞ്ഞി വെച്ച് കുടിച്ചേനെ കേട്ടോ. അറിയല്ല, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ വെടി വെക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ അടുത്ത് AK-47 ഉണ്ട്, RPG ഉണ്ട്, സ്നൈപ്പറുണ്ട്, പിസ്റ്റലുണ്ട്, സ്റ്റിക്കി ബോംബുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ എന്തോ മെഷീൻ ഗണ്ണുണ്ട്. നല്ല RPG വേണ്ടല്ലോ, റോക്കറ്റ് പോലെ തന്നെ പോകുന്നത്. പിന്നെ സ്നൈപ്പർ എന്ന് പറഞ്ഞിട്ട് ദൂരെയുള്ള സംഭവം പോലും നമുക്ക് യൂസായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. സൂം ചെയ്ത് കേട്ടോ. പിന്നെ പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നോർമലാണ്. അതിങ്ങനെ കേട്ടോ. ആണ് വീണത്. ഈ സ്നൈപ്പറിൽ കാണിച്ചാൽ കണ്ടോ അവൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ ഇത്ര ദൂരെയുള്ള സംഭവം ഇപ്പം ഇത്രയായിരുന്നു. ഇപ്പം കണ്ടോ എത്ര ആയി കേട്ടോ. ഇങ്ങനെയാണ് സ്നൈപ്പറിൻ്റെ ഗുണം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാട്ടി നമ്മൾ ഈ ഒരു ആർമി ബേസിനകത്ത് എന്തുവാ ആർമി ടാങ്കും ഹെലികോപ്റ്ററൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് സൈനിങ് അപ്പ്.